ബേബി ഇന്ന് നമുക്ക് ഡേ കെയർ പോണ്ടേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് പറ. നമ്മളിന്ന് ഡേ കെയർ പോകൂലേ? യെസ് പറ. എന്നാ ബ്രഷ് ചെയ്യൂ. പേസ്റ്റ് എവിടെ തേക്കണ്ടേ? തേക്ക്. കുക്കേൾ നാണല്ലേ ഉണ്ടാക്കി ഞാൻ പാടിത്തരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്ക് പോകണ്ടേ? നമ്മൾ എവിടെ പോന്നേന്ന് പറഞ്ഞേ? ഡേ കെയറിൽ പറഞ്ഞേ. ഡേ കെയറിൽ ആശ വെക്കുന്നില്ല, മമ്മി എടുത്തു തരണോ? ഇതിനകത്ത് മുന്തിരി ഉണ്ടെന്ന്. അത് നിനക്ക് വേണ്ടേ? എഞ്ചു തന്നാ മതി എന്ന് പറഞ്ഞിട്ട് എഞ്ചു തന്നപ്പോ തിന്നുന്നില്ലേ? ആശ തരാൻ തുടങ്ങിയപ്പോ എഞ്ചു തന്നാ മതിയല്ലോ. ഇപ്പൊ ആശു വരുത്തണോ? കഴിക്കുക, വായിൽ വെച്ച് നോക്കട്ടെ. ആശു വാരി തരട്ടെ. ബേക്കറി പോണം, നമുക്ക് വേഗം കഴിക്കേ. വലിയ മീനെ കാച്ചു തരാം. വലിയ മീനിന് അത് കണ്ട അവിടെ കുളം ഉണ്ടല്ലോ, കുളത്തിൽ വലിയ മീനുണ്ടല്ലോ. ഡക്കിയുണ്ട്, വേഗം കഴിക്ക്. സൂപ്പറാണോ ഫിയ? സൂപ്പറാണോ? എമ്മയാണോ? അങ്ങനെ ഇന്ന് നമ്മുടെ ഫിയ ബേബി ആദ്യമായിട്ട് ഡേ കെയറിൽ പോകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫിയ ബേബിയും എക്സൈറ്റഡ് ആണ്. അതിനേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. ഇവളെങ്ങനെയായിരിക്കും ഇത് കോപ്പപ്പ് ചെയ്യുന്നത്? മാറി നിൽക്കുമോ? ആദ്യമായിട്ടാണ് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് അത്രയും മണിക്കൂറുകൾ മാറി നിൽക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡേ കെയർ എന്ന് പറയുന്നത് ഞങ്ങളുടെ 2-3 വീട് അപ്പുറത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കംഫർട്ടബിൾ ആണ്. മാത്രമല്ല ഡേ കെയറിലെ ആ ഒരു ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന് പറയുന്നത് ഷീസ് ഫ്രം ശ്രീലങ്ക. അപ്പം നമ്മുടെ ഒരു കൾച്ചറൊക്കെ ആയിട്ട് കുറച്ചും കൂടി അറിയുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടി നമ്മൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. അവർക്ക് തമിഴ് സംസാരിക്കാൻ അറിയാം. അപ്പോൾ ഫിയ ബേബിക്ക് മലയാളമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷനും ഈസി ആവും. സോ അതുകൊണ്ട് ഞങ്ങൾ കുറേ ഒരു സമാധാനമുണ്ട് സത്യം പറഞ്ഞാൽ. 2 ദിവസം മുമ്പ് തന്നെ ഫിയ ബേബിക്കുള്ള ടിഫിൻ ബോക്സുകളും അതുപോലെ ബാഗും ഒക്കെ വാങ്ങിയിരുന്നു. ഫിയ ബേബിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടില്ല ഇതെന്താ സംഭവം എന്ന്. കുറേ കളറുള്ള ബോക്സ് അത്ര തന്നെ. അപ്പം എന്തായാലും ഇന്നു മുതലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും അവൾക്ക്. ഞങ്ങൾ സ്ഥിരമായിട്ടൊന്നും വിടുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇപ്പം തുടങ്ങുമ്പോൾ വിടാൻ പോകുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം വിട്ട് പിന്നെ ഒന്ന് സെറ്റായി കഴിയുമ്പം 2 ദിവസം ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം. ഞങ്ങൾക്ക് അങ്ങനെ വിടേണ്ട ഒരു ആവശ്യം ഇപ്പം നിലവിലില്ല. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു മറ്റു കുട്ടികളായിട്ടൊന്ന് ഇൻറ്ററാക്ട് ചെയ്യാനും കുറച്ച് കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ആവാനും ഒരു സോഷ്യൽ ലൈഫിന് ഭയങ്കര ബെറ്ററാണ് ഇങ്ങനെ ഇടയ്ക്ക് വിടുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പം ഈ ഒരു പ്രായത്തിൽ വിട്ടു തുടങ്ങുന്നത്. അപ്പം ഡെയിലി വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. എന്തായാലും ഇന്ന് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് പോയി നോക്കാം. അപ്പം എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ടിഫിനൊക്കെ കെട്ടി അവർക്ക് ഫ്രൂട്ട്സ്, സ്നാക്സ്, ഉച്ചയ്ക്ക് ലഞ്ച് ഇതൊക്കെ വേണമായിരുന്നു. അപ്പോൾ എങ്ങനെ എന്ത് കൊടുക്കും? നമുക്കിപ്പോൾ ചോറൊക്കെ കൊടുത്തു വിട്ടാൽ അത് എവിടെ നിന്ന് എങ്ങനെ കഴിക്കാൻ പറ്റും? അപ്പോൾ അതൊക്കെ ആകെ കൺഫ്യൂഷനായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അവൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടമാണ് ഗോതമ്പ് ദോശ. അപ്പം ഞാൻ കരുതി ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കി വെക്കാം. ഒരു ഗോതമ്പ് ദോശയും കുറച്ച് പോർക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെറുക്കി കഴിക്കാൻ എളുപ്പമായിരിക്കും. അവൾക്ക് പോർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ കുറച്ച് ബോയിൽ ചെയ്ത എഗ്ഗിൻ്റെ വൈറ്റ് പാർട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 2-3 എഗ്ഗ്, ചെറിയ എഗ്ഗ് ആയതുകൊണ്ട് ഒരു 3 എഗ്ഗിൻ്റെ വൈറ്റ് പാർട്ട് വെച്ചു. അവൾക്ക് അതിൻ്റെ യെല്ലോ പോർഷൻ തീരെ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അവോയ്ഡ് ചെയ്തിട്ട് വൈറ്റ് പോർഷൻ മാത്രമാണ് വെച്ചത്. അപ്പം ലഞ്ച് ബോക്സ് അങ്ങനെ റെഡിയായി. പിന്നെ ഇവർക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണം. രാവിലെ 9 മണിയാകുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ അവിടെ നിന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രേപ്സും പിന്നെ 2 സ്ട്രോബെറിയാണ് കൊടുത്തു വിട്ടിട്ടുള്ളത്. പിന്നെ അവർക്ക് 3:30 ആകുമ്പോൾ പിന്നെയും എന്തെങ്കിലും ഒരു സ്നാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡൈജസ്റ്റീവിൻ്റെ 2 ബിസ്ക്കറ്റും കുറച്ച് ക്യാരറ്റ് പീൽ ചെയ്ത് കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിയില്ല വൈകുന്നേരം വരെ നിൽക്കുമോ. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചിലപ്പം ഉച്ചയ്ക്ക് പോയി ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വരുമോ, അങ്ങനെ എന്താ സംഭവിക്കാമെന്നറിയില്ല. അതോ അവൾ രാവിലെ തന്നെ തിരിച്ച് കൂടെ പോരുമോ, ഇതൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും എല്ലാം സെറ്റ് ചെയ്ത് ഒക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്.
അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു ഇവർ വരുമ്പം പിന്നെ ഫിയ ബേബിയൊക്കെ ഓൾറെഡി ടോയ്ലറ്റ് ട്രെയിനിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 2 ഡയപ്പറും അതുപോലെ തന്നെ വൈപ്സും പിന്നെ ഒരു ജോഡി എക്സ്ട്രാ പെയർ ഓഫ് ക്ലോത്ത്സും ഒക്കെ വെക്കണം എന്ന് പറഞ്ഞിരുന്നു. കാരണം ചിലപ്പോൾ അവരവിടെ വാട്ടർ പ്ലേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നനയുമോ ഡേർട്ടി ആവുമോ ഒക്കെ ചെയ്താൽ മാറ്റാനൊക്കെ വേണ്ടിയിട്ട് ഒരു വേറെ എക്സ്ട്രാ ഡ്രസ്സും കൂടി വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ചു. ഫിയ ബേബി ആകെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ എവിടെ പോയാലും അവൾ ഓക്കെയാണ് എന്നുള്ള രീതി. എങ്ങോട്ടെങ്കിലും പോകാൻ ഒരുങ്ങുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കോപ്പറേറ്റീവുമാണ്. അപ്പോൾ ക്രീമൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് നിന്ന് തരുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ ഫിയ ബേബിനെ ക്രീമൊക്കെ തേച്ച് ഉടുപ്പൊക്കെ ഇട്ട് പോകാൻ നിൽക്കുക. അവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മളവിടെ നിർത്തിയിട്ട് തിരിച്ചു പോകും എന്നുള്ളൊരു ഐഡിയ അവൾക്കില്ല. കാരണം കഴിഞ്ഞ 2 ദിവസം ഞങ്ങൾ ഇവളെയും കൊണ്ട് ഇതേ സ്ഥലത്ത് പോയിരുന്നു. അന്നേരമൊക്കെ ഞങ്ങൾ അവളുടെ കൂടെ കുറച്ച് സമയം അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നാണ് ഫുള്ളായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ അവളെ വിട്ടിട്ട് വരാൻ പോകുന്നത്. ഇതിന് മുന്നേ അവളൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ പോയതാണ്. ഇതിനു മുന്നേ നമ്മളൊരു ഡേ കെയർ ഇതുപോലെ പോയി കണ്ടിരുന്നു. പക്ഷെ നമുക്കതിൻ്റെ പോയി കണ്ടപ്പോൾ നമുക്ക് അവരുടെ വീടും പരിസരവും ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവളെ വിട്ടില്ല. അതിന് ശേഷം ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം വേറൊരു സ്ഥലത്തു നിന്ന് ഇതുപോലെ സ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വന്നപ്പം നമ്മൾ ചെന്ന് കാണാമെന്ന് വിചാരിച്ചു. അന്നേരം നമ്മൾ ഭയങ്കര കംഫർട്ടബിളായി. കാരണം ഞങ്ങളുടെ അതേ സ്ട്രീറ്റിലാണ് ഇവർ താമസിക്കുന്നത്. അതായത് അറ്റ് എ ടൈമിൽ അവർ 4 പിള്ളേരെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു റൂള്. ഫാമിലി ഡേ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകളിൽ വെച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ കുട്ടികളെ നോക്കുന്നതാണ്. അപ്പം മറ്റേ ടൈം 4 കുട്ടികളെ പാടുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ടും അതായത് ഫസ്റ്റ് എയ്ഡ് മാനേജ്മെൻറ്റും ചോക്കിംഗ് മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ ട്രെയിനിങ്ങുകളും ഒക്കെ ആയിട്ട് ഭയങ്കര സേഫായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾക്ക് എപ്പം വേണമെങ്കിലും നടന്നു പോകാവുന്ന ദൂരത്തിലാണ് ഇപ്പോൾ ഈ ഡേ കെയർ ഉള്ളതും. അങ്ങനെ ഫിയ ബേബിനെ ആദ്യമായിട്ട് ഡേ കെയറിൽ കൊണ്ട് വിടാൻ പോവുകയാണ്. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഞാൻ എൻ്റെ അനിയനെ ഡേ കെയറിലല്ല അംഗൻവാടിയിൽ വിട്ട ഒരു കാര്യമാണ് കേട്ടോ. അന്ന് ഞാൻ തിരിച്ചു വരാൻ നേരത്ത് കരഞ്ഞ് നിലവിളിച്ച് എൻ്റെ ചങ്ക് തകർന്നാണ് ഞാനന്ന് തിരിച്ചു വന്നത്. ഭയങ്കര വിഷമമായിരുന്നു അവനെ വിട്ടിട്ട് വരുമ്പോൾ. അവനിങ്ങനെ ചേച്ചിയെന്ന് പറഞ്ഞിട്ട് അംഗൻവാടിയിൽ നിന്ന് ഒച്ചത്തി കരയുക. ആ വഴിയിൽ മുഴുവൻ ഞാനിത് കേട്ടോണ്ട് കരഞ്ഞോണ്ട് തിരിച്ചു വരിക. അത്രയും വിഷമിച്ചാ തിരിച്ചു വന്നേ. ഇവളും ഇങ്ങനെ കരയുമോ എന്നൊക്കെ പേടിച്ചാണ് ഞാൻ പോയത്. നമുക്കും വിഷമാവും അവൾ കരഞ്ഞാൽ. കാരണം പിള്ളേർ കരഞ്ഞ് നമ്മളെ വിടുമ്പോൾ ഒരു വിഷമാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ പോയതെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഫിയ ബേബിക്ക് ഇതേ ഒരു കുഴപ്പമില്ല. അവൾക്ക് അവിടെ കളിക്കാൻ കുറേ സംഭവങ്ങൾ കിട്ടി. അവൾ നമ്മളെ മൈൻഡ് പോലും ആക്കില്ല. ടാറ്റയും ഉമ്മയും ഒക്കെ തന്ന് ഞങ്ങളെ അവൾ വിട്ടു. പക്ഷെ അവൾ വിചാരിച്ച് കാണണം ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന്. അങ്ങനെ ഞങ്ങൾ ബായി ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് വന്നു കേട്ടോ. മമ്മി പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ വരാട്ടോ ഫിയ. ഓക്കെ 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 ക്രിസ്റ്റീൻ ബൈ ബൈ ബൈ. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ അവളെ കൊണ്ടുവിട്ടത് 9 മണിക്കാണ് കേട്ടോ. ഒരു 10-12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവൾ കളിക്കുന്ന വീഡിയോയും ഫോട്ടോസും ഒക്കെ അയച്ചു തന്നു. അതൊക്കെ കണ്ടപ്പോൾ കംഫർട്ടബിളായി. അവൾ ഓക്കെയാണ്, അവൾ കരയുന്നോ ഒന്നുമില്ല. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവരെനിക്ക് മെസ്സേജ് അയച്ചു, ഫിയ ബേബി ചെറുതായിട്ട് കരയുന്നുണ്ട്, ഒരു ക്ഷീണമൊക്കെ പോലെയുണ്ട്, പുറത്ത് കളിച്ചിരുന്നു. അവർക്ക് വീടിൻ്റെ മുറ്റത്ത് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കളിച്ചതിൻ്റെ ക്ഷീണമായിരിക്കണം, നല്ല സ്ലീപ്പി ആയിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾ കുറച്ച് സമയം കരഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ എന്നെ വിളിക്കുകയും ഞാൻ അപ്പം വന്ന് കൂട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2:15 ആണ് അവളെ കൂട്ടാൻ പോയത്. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം ആകുമ്പം ഇങ്ങനെ കരയിലും പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ കരയുന്ന പാടെ നമ്മൾ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എവറി ഡേ അതൊരു ഇതാവും. കരയുമ്പോഴേ പിന്നെ പാരൻസ് വരും എന്നൊരിത് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ല എന്ന് പറഞ്ഞിരുന്നു ഞങ്ങളോട് അവിടുത്തെ ഡേ കെയറിലെ സ്റ്റാഫ്. അതുകൊണ്ട് കരയുന്ന പാടെ അവർ പൊതുവേ പാരൻസിനെ വിളിക്കാറില്ല. കുറച്ച് സമയം അവർ ട്രൈ ചെയ്യും ഒന്ന് കൺസോൾട്ട് ചെയ്യാൻ. എന്നിട്ട് നടന്നില്ലെങ്കിൽ മാത്രമേ പാരൻസിനെ വിളിക്കുള്ളൂ. അപ്പോൾ അതെന്തായാലും ഇതേ ഞങ്ങൾ ഫിയ ബേബിനെ കൂട്ടാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. ഫിയ ബേബി
ഇച്ചിരി ആയിട്ടാണ് ഇരുന്നത്. വന്നപ്പം കൊണ്ടുവിട്ടപ്പോൾ ഉള്ള ആ ഫേസൊന്നും അല്ല, കുറച്ച് മുഖമൊക്കെ മാറി ഞങ്ങളുടെ അടുത്തോട്ട് ചാടി വന്നു കേട്ടോ. അപ്പം അവള് കുറച്ച് നേരത്തെ ഉറങ്ങിയത് കൊണ്ട് ലഞ്ചിൻ്റെ ടൈമിൽ അവൾ കഴിച്ചില്ല. അപ്പോൾ 2 മണിയായ സമയത്ത് അവരവൾക്ക് വാരി കൊടുക്കുമായിരുന്നു, ഞങ്ങൾ കൊടുത്തു വിട്ട ലഞ്ച്. അപ്പോൾ അവളത് കഴിച്ചുകൊണ്ട് അവരുടെ മടിയിലിരിക്കുമായിരുന്നു ഞങ്ങൾ ചെന്നപ്പം. എന്തായാലും ഫീ ബേബി ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ആശ്വാസമായി. ഫീ ബേബി ചിന്തിച്ച് കാണണം ചിലപ്പോൾ ഞങ്ങൾ അവളെ ഇട്ടിട്ട് പോയതാണെന്നോ തിരിച്ച് വരത്തില്ലെന്നോ. എന്താ കുട്ടികൾ ചിന്തിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അവരുടെ ഉള്ളിൽ അവരെന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. എന്തായാലും ഞങ്ങളിതേ അവളെയും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. എന്തായാലും ആദ്യത്തെ ദിവസം അങ്ങനെ സക്സസ്ഫുള്ളായി, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി. കുറച്ച് സമയം കരഞ്ഞു, അത് സ്വാഭാവികമാണെന്നാണ് അവർ പറയുന്നത്. അവരെന്നല്ല നമുക്കറിയാലോ, വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്ന പിള്ളേർ എന്തായാലും കുറച്ച് കരയും. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഫിയ ഇപ്പോൾ ആകെ കംഫർട്ടബിളായി. പക്ഷെ ഞാൻ ചോദിച്ചപ്പോഴൊക്കെ അവൾ പറയുന്നത് അവൾക്ക് പിറ്റേ ദിവസം ഡേ കെയറിൽ പോകണോ കളിക്കാൻ പോകണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ യെസ് ആണ് പറയുന്നത്. അപ്പം എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. വിചാരിച്ചു പോയോ, തേച്ചു പോയോ? ഒരു ഉമ്മ മമ്മിക്ക് ആണോ? ആണോ? അത്യാവശ്യം വെയിലുള്ള സമയം ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വണ്ടി എടുത്ത് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടന്നേ വരുന്നുണ്ടായിരുന്നുള്ളൂ, നടന്നു പോകാമെന്ന് കരുതി. അപ്പം ഈ ചൂടത്ത് നടക്കണ്ട, മാത്രമല്ല 2:30 സമയം, നട്ടുച്ച സമയമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടിക്ക് തന്നെ വരാമെന്ന് വിചാരിച്ചു, ഇത്രയും അടുത്തായിട്ടും. ഏതായാലും പപ്പയും മമ്മിയും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഫിയ ബേബിനെ. ആദ്യമായിട്ടാണ് ഇത്രയും സമയം ഫിയ ബേബി വീട്ടിലില്ലാതിരിക്കുന്നത്. ഞങ്ങൾ കൂട്ടാൻ ചെന്ന സമയത്ത് അവൾ കുറച്ച് അപ്സെറ്റ് ആയിരുന്നെങ്കിലും പിന്നെ പപ്പേനെയും മമ്മീനെയും നമ്മുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവൾ കുറച്ച് ഓക്കെ ആയി. മാത്രമല്ല ഞങ്ങൾ ചെല്ലുമ്പം അവളുടെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി കഴിക്കാൻ കൊടുക്കാമെന്ന്. അവൾ മടിയൊന്നും കൂടാതെ കഴിച്ചു കേട്ടോ. അവൾക്ക് എഗ് വൈറ്റ് വലിയ കുഴപ്പമില്ല, ഇഷ്ടമാണ് കഴിക്കാൻ. അതുകൊണ്ട് എഗ് വൈറ്റും പിന്നെ കുറച്ച് ക്യാരറ്റും പോർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കഴിച്ചു അവൾ. പിന്നെ ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചു. അവിടുത്തെ എന്തിനാ കരഞ്ഞേ, ടീച്ചർ എന്ത് പറഞ്ഞു, ടീൻ എന്ത് പറഞ്ഞു. ഇവിടെ ടീച്ചർ എന്നല്ല കേട്ടോ അവരെ പഠിപ്പിക്കുന്ന ആളുകളെ വിളിക്കുന്നത്, അവരുടെ പേരാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ UK-ലൊക്കെ അങ്ങനെയാണ്, അവർ പേരാണ് വിളിക്കുന്നത്. അതാണ് ഏറ്റവും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു അഭിസംബോധന എന്നാണ് അവർ വിശ്വസിക്കുന്നത്. സോ അങ്ങനെയാണ്. എന്തിയേന്ന് വിചാരിച്ചോ? ആ ഏഞ്ചു എന്തിയേ, ഡാഡ എന്തിയേം ചോദിച്ചു പറഞ്ഞു. ഫിബിബി ടീൻ എന്താ പറഞ്ഞ? ഫിബിബിനോട് ടീൻ എന്താ പറഞ്ഞ? ടീൻ ഏഞ്ചു പോയി. പിന്നെന്താ പറഞ്ഞേ? ഡാഡ പോയി എന്ന് പറഞ്ഞോ? ഡാഡ വരൂന്ന് പറഞ്ഞു. ഡാഡയും മമ്മ കമ്മിങ്, ഡാഡ കമ്മിങ് എന്ന് പറഞ്ഞോ? പറഞ്ഞോ? ഞങ്ങൾ അവളോട് ചോദിച്ചു നീ എന്തിനാ കരഞ്ഞേന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ഡാഡ പോയി, മമ്മി പോയി, അതുകൊണ്ടാണ് കരഞ്ഞേ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവളുടെ ടീച്ചർ ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഏഞ്ചു എന്താണ്. അപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു എന്നെ ഏഞ്ചു എന്നാണ് വിളിക്കുന്നതെന്ന്. അപ്പം ഏഞ്ചു എന്തേന്ന് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേർ ഈസ് ഏഞ്ചു എന്നാണ് ചോദിക്കുന്നത്, ഏഞ്ചു എന്ന് അവൾ എന്നെയാണ് വിളിക്കുന്നത് എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ ഫിയ ബേബിൻ്റെ ആദ്യത്തെ ഡേ കെയർ ദിവസം അടിപൊളിയായിട്ട് പോയിട്ടോ. 9 മണിക്ക് പോയിട്ട് 2:30 വരെ അവൾ നമ്മളെ കാണാതെ മാനേജ് ചെയ്ത് നിന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഞാൻ വിചാരിച്ചില്ല ഞങ്ങൾ തിരിച്ച് വിടുമ്പോൾ തന്നെ അവൾ കരഞ്ഞു തുടങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. അവിടെ കളിക്കാൻ കുറേ ആളുകളും കുറേ എക്യുപ്മെൻറ്റ്സും ഉള്ളതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. നാളെയും പോകണം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് അവൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പം ആദ്യത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.